ഫസ്ന ഓവർ ആണോ അല്ലേ? അവൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞു, എന്താണ് ഇങ്ങനെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അല്പം സീരിയസ് വീഡിയോ ആണ്. രണ്ട് കാര്യങ്ങൾ പറയാനാണ് വന്നത്. വേറൊന്നുമല്ല, തമ്മിൽ നിങ്ങൾ കണ്ട പോലെ ഫസ്ന ഓവർ ആണോ അല്ലേ. അതായത് നമ്മൾ ഇപ്പൊ ഒരുപാട് ഷോർട്സുകൾ ചറപറ ഇടുന്നുണ്ട്. അപ്പൊ ആ ഷോർട്സുകൾ ഇടുമ്പോൾ മെയിൻ ആയിട്ട് വരുന്ന 2-3 കമന്റ്സ് ഉണ്ട്. അതായത് ഒരുപാട് പേര് മെയിൻ ആയിട്ട് ഇടുന്ന 2-3 കമന്റ്സ്. അതായത് ഒന്നാമത്തെ കമന്റ് എന്ന് പറഞ്ഞാൽ ഫസ്ന കുറച്ച് ഓവർ അല്ലേ. പിന്നുള്ള കമന്റ് എന്ന് പറഞ്ഞാല് എന്താ, എല്ലാരും വായിൽ വെച്ചാണോ, എന്തോ ക്യാമറ എവിടെ കൊണ്ടുപോകുന്നു, വായിലോട്ട് കയറ്റി കൊണ്ടുപോകുന്നു, വായിൽ വെച്ചാണോ വീഡിയോ എടുക്കുന്നത്, കുറച്ചുകൂടെ ബാക്കിലോട്ട് കൂടി ഇത്രയും സൂം ചെയ്യുന്ന എന്തിനാ, അങ്ങനെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ചിലർ നല്ല രീതിയിൽ ഇത്രയും സൂം ചെയ്യേണ്ട ബ്രോ, അങ്ങനെ ചിലവന്മാർ നല്ല വൾഗർ രീതിയിൽ എന്തുവാടാ വായിലോട്ട് കയറ്റിയാണോ വീഡിയോ എടുക്കുക, അങ്ങനത്തെ രീതിയിലുള്ള കമന്റുകളും ഉണ്ട്. അപ്പൊ നമ്മളത്, ഞാനങ്ങനെ കമന്റുകൾ ഇങ്ങനത്തെ നെഗറ്റീവ്സ്, നമുക്ക് നെഗറ്റീവ് ഫീൽ വരാതിരിക്കാൻ അങ്ങനെ ഞാൻ കമന്റ് വായിക്കുന്ന ഒരാളല്ല. പക്ഷെ ഇവളും വീട്ടുകാരും ഒക്കെ ഇരുന്ന് കമന്റ് വായിക്കും. അപ്പൊ ഞാൻ എല്ലാ കമന്റും കുത്തിയിരുന്ന് വായിക്കും. എനിക്ക് പക്ഷെ അങ്ങനെ ഞാൻ ഒന്നും പേഴ്സണലി എടുക്കത്തൊന്നുമില്ല. പക്ഷെ ഞാൻ എല്ലാം വായിച്ചിട്ട് ഞാൻ ഇവന്റെ അടുത്ത് നെഗറ്റീവ് കമന്റ്സ് ഒന്നും പറയത്തില്ല. ബിക്കോസ് ഇവൻ ഡൗൺ ആവും. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ അടുത്ത് പറയാം. എന്റെ ഒരു ക്യാരക്ടർ എന്ന് പറയാൻ 100 നല്ല കമന്റും ഒരു നെഗറ്റീവ് കമന്റ് ഉണ്ടെങ്കിൽ ഞാൻ അങ്ങ് ഡൗൺ ആവും. പിന്നെ എനിക്ക് വീഡിയോ ചെയ്യാനൊക്കെ ഒരു മൂടങ്ങ് പോവും. ഞാൻ പിന്നെ അതും ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്യും. ഞാൻ എപ്പോഴും ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഈ കണ്ടന്റ് കിട്ടുന്നത് വീഡിയോ ചെയ്യാൻ വേണ്ടി. അതുപോലെ നെഗറ്റീവായിട്ട് ഈ ഓവർ തിങ്കിങ് എന്നെ അഫക്ട് ചെയ്യുന്നുണ്ട്. സോ ഞാൻ കമന്റുകൾ വായിക്കാറില്ല ഗൈസ്. പക്ഷെ ഞാൻ കമന്റ് വായിച്ചാലും എനിക്കതൊരു വിഷയമല്ല. എന്ത് പൊട്ട കമന്റ് വായിച്ചാലും ഞാൻ ഒന്നും എനിക്ക് ഒന്നും തോന്നാറില്ല. പേഴ്സണലി എനിക്ക് ഒന്നും തോന്നാറില്ല കമന്റ്സ് വായിച്ചിട്ട്. അപ്പൊ ഇതിപ്പോ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്നപ്പോ ഇങ്ങനെ പറഞ്ഞപ്പോൾ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ പോലെ തരാമെന്ന് വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് വീഡിയോ ഒരുമിച്ചിട്ട് തുടങ്ങിയ ടൈമില് ഞാനൊരു എന്താ പറയാ, എനിക്ക് സോഷ്യൽ മീഡിയ ആയിട്ടോ അല്ലെങ്കിൽ ക്യാമറ എടുപ്പ്, വീഡിയോ എടുപ്പ് ഇതൊന്നും ആയിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളാ ഞാൻ. എക്സ്ട്രീംലി വേറൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരാളാ. അപ്പൊ ഞാൻ പുതിയതായിട്ട് ഇങ്ങനെ ഒരു ഇതിലേക്ക് വരുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി ഞാനൊരു ന്യൂ കമർ ആണ്. അപ്പൊ ഞാൻ എന്റെ ഒരു പേഴ്സണൽ ക്യാരക്ടർ വെച്ച് നോക്കുവാണെങ്കിൽ ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളെന്ന് വെച്ചാൽ ഇങ്ങനെ തെറിച്ച് ഇങ്ങനെ ചാടിച്ചാടി നടക്കുന്നത്, അങ്ങനെ ഒരു ടൈപ്പാണ് ഞാന്. പിന്നെ ഈ പറഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന് നമ്മളെല്ലാം ഒന്ന് സെറ്റ് ആവണല്ലോ. അപ്പൊ അതിന്റെ ആ ഒരു ടൈമിലത്തെ വീഡിയോസിലൊക്കെ ഞാൻ പൊതുവെ അത്ര ആക്റ്റീവ് അല്ലെങ്കിലും ഇവന്റെ ഒപ്പം എത്താൻ പറ്റിയില്ലെങ്കിലും ഞാൻ കുറെയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ കുറച്ചൊക്കെ ഷൈ ആയിരുന്നു. ആദ്യമായിട്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ വരുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പക്ഷെ എനിക്കറിയാം എന്റെ ക്യാരക്ടർ ഇങ്ങനെ എന്ന് വെച്ചാൽ ഇവനും അറിയാം. ബിക്കോസ് നമ്മൾ ഒരുമിച്ചുള്ള ടൈമില് ഞാൻ അത്രയും എക്സ്ട്രോവേർട്ട് ആണെന്ന് ഇവനെ അറിയാം. ഞാൻ ലവ് സ്റ്റോറി പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞൊരു കേസാ, എനിക്ക് ഇവന് വേഗം കണക്ട് ആവാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും അത്ര ഹൈപ്പറാ. അതിങ്ങനെ ചറപറ സംസാരിച്ചോണ്ടിരിക്കും. അത് എന്നെ ഇപ്പൊ നിങ്ങൾ ഒരു 2-3 കൊല്ലമായിട്ട് കാണുമോ? ഇവളെ കണ്ടു തുടങ്ങിയിട്ട് മാസങ്ങളെ ആയുള്ളൂ. ഒരു മാസമായുള്ളൂ. അപ്പൊ എനിക്കറിയാം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ എത്ര വലിയ സെലിബ്രിറ്റീസ് ആണ്. നമ്മളിപ്പോ സെലിബ്രിറ്റീസ് ആണെന്ന് പറയല്ല, അല്ലാതെ നമ്മുടെ വലിയ സിനിമാ താരങ്ങൾക്ക് പോലും നെഗറ്റീവ് പറയുന്നവന്മാരുണ്ട്. നെഗറ്റീവ് പറയുന്ന ഒരു നെഗറ്റീവ് ഒരു കാറ്റഗറി കൂട്ടം ഒരു ഓഡിയൻസ് കാണും. അതിപ്പോ ആരാണെങ്കിലും കാണും. ഇപ്പൊ ഗാന്ധിജിക്ക് എതിരായിട്ട് വരെ ആൾക്കാർ കാണും. അതുപോലെ നമുക്കും എതിരായിട്ട് സോഷ്യൽ മീഡിയ ആണ്, പബ്ലിക് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ്, ഉറപ്പായിട്ടും ആൾക്കാർ കാണുമെന്ന് അറിയാം. അപ്പൊ അത് പക്ഷെ കല്യാണത്തിന് മുന്നേ വരെ ഇത് അറിയാമെങ്കിൽ പോലും എനിക്ക് വലിയൊരു നെഗറ്റീവ് വന്നിട്ടില്ല. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോൾ ഇവളെ കുറിച്ച്, അതായത് ഇവളിങ്ങനെ എന്താ ഓവറാണ്, ഇതെന്താ ഇത്, അയ്യേ ഇത്രയും കൊഞ്ഞ കാണിക്കുന്ന എന്തിനാ, ഇങ്ങനത്തെ ഒക്കെ ഓരോ കമന്റുകൾ വരുന്നുണ്ട്. പക്ഷെ ഇത് ഇവളുടെ റിയൽ ക്യാരക്ടർ ആണ് ഗൈസ്. അതായത് നമ്മളിപ്പോ എന്തെങ്കിലും അല്ലാതെ ഇപ്പം ഇവളിപ്പം സാധാരണ മറ്റേ ആൾക്കാരെ പോലെ ഓക്കെ ബേബി, ഓക്കെ ഹണി, ഡാർലിങ്, ഓക്കെ ശരി നമുക്കിനി അങ്ങനെ പോവാം, അങ്ങനെ നമുക്ക് സാഹിത്യപരമായി അല്ലെങ്കിൽ ഭയങ്കര ഡീസന്റ് ആയിട്ട് അങ്ങനെ സംസാരിക്കാൻ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള റിയൽ ക്യാരക്ടേഴ്സ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അത്രയും എനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു ക്യാമറയ്ക്ക് മുന്നിൽ അങ്ങനെ നിൽക്കാൻ. പക്ഷെ ഇപ്പൊ ഞാൻ ഇവിടെ ഉള്ള, അതായത് ഫാമിലി വ്ളോഗ് ചെയ്യുമ്പോൾ ഉള്ള കേസാട്ടോ പറഞ്ഞേ. അല്ലാത്തപ്പോഴും ഞാനിപ്പോ ഭയങ്കര യൂസ്ഡ് ആയി, ഇത് തന്നെയാണ് ഡെയിലി കാണുന്നത്. അപ്പൊ ഇതിപ്പോ എന്റെ ഒരു ഹാബിറ്റ് പോലെ ആയി മാറിയിരിക്കാം. സോ ഒബ്വിയസ്ലി എനിക്കിനി നേരത്തെ പോലെ ഞാൻ ഭയങ്കര ഷൈ ആയിട്ട് നിൽക്കേണ്ട കാര്യമില്ല. എന്റെ റിയൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പുറത്ത് വന്ന് അതാണ് ഇത്. അല്ലാതെ ഈ പറയുന്ന പോലെ നമ്മള് റിച്ചിന് വേണ്ടിയിട്ട്
ഭയങ്കര ഓവറാവുന്ന അങ്ങനെയൊന്നും ആരും കാരണം ഇവളെപ്പോഴും സംസാരിക്കുമ്പോൾ ഇങ്ങനെയാണ്. ഇവള് സംസാരിക്കുമ്പോൾ ഇങ്ങനെ നമുക്കിനി ഇങ്ങനെ പോകാൻ കേട്ടോ, നമുക്കിനി അങ്ങനെ പോവാം. അപ്പൊ ഒരുപാട് എന്തിനാ ഇങ്ങനെ ഇടന്ന് കൊല്ലിക്കുന്നതല്ല, എന്തിനാ ഇങ്ങനെ ഇത്ര ഓവറാക്കുന്നതിന് നേരെ അങ്ങ് പറഞ്ഞാൽ പോലെ അങ്ങനെ ഒരുപാട് കമന്റുകൾ വരുന്നു. പക്ഷെ നമുക്ക് ഇപ്പൊ ക്യാരക്ടർ മാറ്റാൻ പറ്റില്ല, ഇവള് ഇങ്ങനെയാണ്. അപ്പൊ പക്ഷെ നിങ്ങളത് അത് ഞാൻ നോർമലി ഞാനാ ശ്രദ്ധിക്കുന്നത് ഇവളുടെ അടുത്ത് പോലും പറയാറില്ല. ഇപ്പൊ ക്യാമറയിലാണ് നിങ്ങളുടെ അടുത്താണ് ഇപ്പൊ ഡയറക്റ്റ് പറയുന്നത്, ഇവളപ്പൊ കേൾക്കുന്നത്. ഞാൻ നോർമലി സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ഭയങ്കര എക്സ്പ്രസീവായിട്ട്, അതായത് ഞാൻ ഒരാളോട് ഒരു കാര്യം ഷെയർ ചെയ്യുവാണെങ്കിൽ ഞാൻ ശരിക്കും ആ സംഭവം കണ്ട പോലെ ഞാൻ ഷെയർ ചെയ്യും. ബിക്കോസ് എന്റെ ആ ഒരു മാനറിസം ഒക്കെ അങ്ങനെയാണ്. കൈക്കെടുത്ത് ഇങ്ങനെ കണ്ണൊക്കെ വിടർത്തി ഞാൻ അങ്ങനെയാണ് നോർമലി സംസാരിക്കുന്നത്. ഞാനാണെങ്കിൽ ഇപ്പൊ ഒരാളടുത്തൊരു കഥ പറയുകയാണെങ്കിൽ ഇപ്പം എടാ അവൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞു എന്തുവാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കും, അതുപോലെ ഞാൻ അവരെ ഇമിറ്റേറ്റ് ചെയ്തായിരിക്കും പറയുന്നത്. അല്ലാതെ ഒരാൾ അളിയ ഇങ്ങനെ ഒന്ന് പറഞ്ഞു അത് അങ്ങനെ ഞാൻ ഒരു ഇതല്ല. ആ ഒരു സ്റ്റോറി ടെല് ചെയ്യുമ്പോഴത്തേക്ക് അപ്പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു സീൻ മനസ്സിൽ വരണം. ആ രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇവളും അതുപോലെ എക്സ്പ്രസീവ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അത് ഓവറായിട്ട് തോന്നാം. പക്ഷെ അത് നിങ്ങൾ ഓവർ അല്ല, നമ്മുടെ ക്യാരക്ടർ അങ്ങനെയാണെന്ന് അത് കുറച്ചും കൂടെ മാസങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതിന് മുന്നേ ഒരു മുൻകൂർ അതാണ് ഒന്നാമത്തെ മെയിൻ ആയിട്ട് വരുന്ന കമന്റുകൾ. എന്താ ഫസ്റ്റിനെ അത്ര ഓവർ അല്ലേ, ഇത്രയും ഇങ്ങനത്തെ, അതായത് ഫസ്റ്റിനയുടെ ആ ഒരു ബിഹേവിയർ മാനറിസത്തിൽ ആൾക്കാർക്ക് ദഹിക്കുന്നില്ല. ഞാൻ ഇപ്പോഴാ ഓർത്തെ, എന്തുവാ എനിക്ക് ഭയങ്കര പ്രായം തോന്നുന്നു, ലൈക്ക് പ്രായം തോന്നുന്നു, എന്നിട്ട് ഈ വലിയ ശരീരം വെച്ചിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് കുറെ പേര് പറയുന്നുണ്ട്. ആണോ? അത് ആ കമന്റ് ഞാൻ വായിച്ചില്ല കേട്ടോ. 22 ഇയേഴ്സേ ഉള്ളൂ, കണ്ടാ ഇച്ചിരി വലുപ്പം തോന്നുന്നു. എനിക്ക് 22 വയസ്സേ ഉള്ളൂ. അതിനകത്ത് നമ്മള് ഏജ് ആഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പൊ കൊറേ പേര് ചോദിച്ചു എത്ര വയസ്സുണ്ട്. എനിക്ക് 22 വയസ്സുള്ളത്. 22 വയസ്സ് എനിക്കത് അത്ര ഒരു വലിയ പ്രായമായിട്ട് എനിക്ക് തോന്നുന്നില്ല. 22 റണ്ണിങ് തീരാറ് പോലും ആയിട്ടില്ല. വേറൊരു കാര്യം ഉണ്ടോ, നമ്മളിപ്പോ എത്ര വലിയ പ്രായമാണെങ്കിൽ പോലും നമ്മുടെ കംഫർട്ടബിൾ സോണിലല്ലേ ആ സ്പേസിൽ നമ്മൾ ചിലപ്പോ കുട്ടിത്വം ആവും, അല്ലെ ചിലപ്പോ റൊമാൻറ്റിക് ആവും, അല്ലെ ചിലപ്പോ നമ്മൾ പ്രാന്തന്മാരാവും. പല രീതിയിൽ നമ്മൾ സംസാരിക്കുക. അത് നമ്മുടെ ആ ഒരു സ്പേസിലേ പറ്റത്തുള്ളൂ. അപ്പൊ അല്ലാതെ ആ സ്പേസിൽ നമ്മൾ പുറത്ത് മറ്റേ സ്റ്റാർബക്സിലൊക്കെ ഇരിക്കുന്നവർക്ക് ഹായ് ഹസ്ബൻഡ് അങ്ങനെ സംസാരിക്കാൻ പറ്റത്തില്ല. നമുക്ക് ആ രീതിയിലുള്ള ആ ഒരു സ്പേസിൽ നിങ്ങളുടെ വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് അത് എന്താ അത് തീർത്തും നാച്ചുറൽ ആയിട്ടുള്ള സംഭവം നിങ്ങളിലേക്ക് എത്തിക്കും. അല്ലാതെ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയി കഴിഞ്ഞാല് നമുക്ക് അങ്ങനെ അഭിനയിക്കാം, റീൽസിൽ അഭിനയിക്കാൻ അറിയാം. എല്ലാരും പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ തുടക്കത്തില് ഇത്ര എനിക്ക് എനർജി ഇല്ലായിരുന്നു, ഇപ്പോഴാ ഇങ്ങനെ ആയത്. എന്റെ ഹസ്ബൻഡിനെ നിങ്ങൾക്കൊക്കെ അറിയാലോ, ഇതിന്റെ കൂടെ ഒന്ന് വിളിച്ചിരിക്കണ്ടേ. അസ്രുവിന്റെ എനർജി നിങ്ങൾക്കൊക്കെ കണ്ട് ശീലമായതാ. സോ അസ്രു ഇപ്പൊ വീഡിയോ എടുക്കുവാണെങ്കിലും ഞാനിപ്പോ ഇങ്ങനെ നോർമലായിട്ട് സംസാരിക്കും, അസ്രു പറയും എനർജി വരട്ടെ, സൗണ്ട് വരട്ടെ, അങ്ങനെയൊക്കെയാ പറയുന്നത്. കാരണം നമ്മുടെ ഈ ഒരു ഫീൽഡിൽ നല്ല എനർജറ്റിക് ആയിട്ട് ഹൈപ്പായിട്ട് ഇങ്ങനെ ചറപ്പറ ജില്ലെന്ന് പറഞ്ഞ് ഇന്നലെ ആൾക്കാർ നമ്മുടെ വീഡിയോയിൽ എൻഗേജിങ് ആയിട്ട് സ്റ്റേ ചെയ്ത് നിൽക്കുന്നത്. അല്ലെങ്കിൽ സ്കിപ്പ് അടിച്ച് കളയാം. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ സംഭവം ഒന്നും ഇരുന്ന് കാണാം. നമ്മളിപ്പം എന്തുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ആൾക്ക് നല്ല രീതിയിൽ നമ്മൾ എനർജറ്റിക് ഹൈപ്പറായിട്ട് പറഞ്ഞാൽ ആൾക്കാർ എന്ത് ഉദ്ദേശിച്ച് എന്താ ചെയ്യുന്ന ആൾക്കാർ സ്റ്റേ ചെയ്യത്തുള്ളൂ. അതിനുവേണ്ടി നമ്മൾ നല്ല ഹൈപ്പറായിട്ടും എനർജി ആയിട്ടുമാണ് പറയുന്നത്. പക്ഷെ അതൊരിക്കലും ആർട്ടിഫിഷ്യൽ അല്ല, നമ്മുടെ സ്വന്തം എനർജി നമ്മൾ റിയൽ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. സോ അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റിനെ ഓവർ അല്ലേ. അതിന് ഏകദേശം ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. 2 അണ്ണാക്കിൽ അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം. ഇപ്പൊ കിടക്കുന്നത് 1x സൂമിലാണ്. ഈ അണ്ണാക്കിൽ കൊണ്ട് ചെയ്യുന്ന പറഞ്ഞാൽ വൈഡ് ഇട്ടാണ് വീഡിയോ എടുക്കുന്നത്. വൈഡ് ഇട്ട് വീഡിയോ എടുക്കുന്നതിന്റെ മെയിൻ റീസൺ ഈ സാധനം കണ്ടോ, മൈക്ക്. ഈ മൈക്ക് ഇല്ലാത്തതിന്റെ പേരിലാണ് നമ്മൾ വൈഡ് ഇട്ട് എടുത്തോണ്ടിരുന്നത്. പക്ഷെ ഈ മൈക്ക് കിട്ടിയെങ്കിൽ പോലും ഈ മൈക്കിന് മറ്റേ നോയിസ് ക്യാൻസലേഷൻ ഇല്ല. അപ്പൊ നമ്മൾ പുറത്ത് കാറ്റുള്ള സ്ഥലത്തും അല്ലെ ഔട്ട്ഡോർ ഭയങ്കര ബഹളമുള്ള സ്ഥലത്തും പോയി നിൽക്കുന്ന സമയത്ത് ഈ മൈക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിന് നോയിസ് ക്യാൻസലേഷൻ ഇല്ല. അപ്പൊ സാധാരണ നമ്മൾ 1x ഇട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നൊന്നും കേൾക്കത്തില്ല, മൊത്തവും സറൗണ്ടിങ് നോയിസ് ആയിരിക്കും മൊത്തം. അപ്പൊ നമ്മൾ പറയുന്നത് ഇത്തിരിയെങ്കിലും നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ അണ്ണാക്കിൽ കൊണ്ടുപോകാൻ നമ്മൾ വീഡിയോ പിടിക്കുന്നത്. അത് ഞങ്ങൾ ഇപ്പൊ കാണിച്ചു തരാം. ഇപ്പൊ നമ്മളിപ്പം ഇതിപ്പോ മൈക്ക് ആയതുകൊണ്ട് നിങ്ങൾ ഇവിടെ നോയിസ് ഇല്ലാതെ നല്ലോണം കേൾക്കാം. ഞാൻ മാത്രം മൈക്ക് ഓഫ് ചെയ്തിട്ട് ഞാൻ സംസാരിക്കാം. നമ്മളിപ്പം 1x സംസാരിക്കുമ്പോൾ ഇതാണ് സൗണ്ട്. ഇനി നമ്മൾ സൗണ്ടിന് വേണ്ടി 0.5x ഇട്ട് അണ്ണാക്കിലോട്ട് കയറി സംസാരിക്കുമ്പോൾ ഡിഫറൻസ് നോക്കാം. ഹലോ, എന്തുണ്ട്, സുഖമല്ലേ? എങ്ങനെയുണ്ട് സൗണ്ട്? എങ്ങനെയുണ്ട് സൗണ്ട്? കൊള്ളാവോ? ഇനി നമ്മൾ ദൂരെ ആണെങ്കിൽ നോക്ക്. ഹലോ ഹലോ ഹായ് ഹായ് ഹലോ. സൗണ്ട് കിട്ടാനാണ് നമ്മൾ വൈഡ് ഇട്ടിട്ട് ഇങ്ങനെ അടുത്ത് വന്ന് സംസാരിക്കുന്നത്. 1x ഇട്ടിട്ട് ദൂരെ നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1x ഇട്ടിട്ട് നോർമൽ രീതി സംസാരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ സൗണ്ട് ഉള്ള സ്ഥലത്ത് സൗണ്ട് കിട്ടത്തില്ല. സോ നമ്മൾ വൈഡ് ഇട്ടിട്ട് ഇങ്ങനെ നിന്ന് അണ്ണാക്കിലിരുന്ന് സംസാരിക്കും. അതുകൊണ്ടാണ്. പക്ഷെ എന്നാൽ പോലും നിങ്ങളുടെ അഭിപ്രായത്തെ മാനിച്ച് നമ്മൾ ഇനി മുതൽ 1x എടുക്കത്തോളൂ. നമ്മൾ ഇനിയിപ്പം അങ്ങനെ എന്തെങ്കിലും പോരായ്മകൾ സംഭവിക്കുകയാണെങ്കിൽ തന്നെ അടുത്ത മാസം നമ്മൾ വല്ല മൈക്ക് മേടിച്ച് ആ പോരായ്മ തിരുത്താൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും.
ഇപ്പൊ എന്തായാലും ഈ മൈക്ക് വെച്ച് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലാതെ കാറ്റുള്ളടത്ത് എവിടെ ആണെങ്കിലും നമ്മളപ്പോ അവിടെ വ്ലോഗ് എടുക്കാതിരുന്നാൽ പോലെ. നിങ്ങൾക്ക് എന്തായാലും ഇങ്ങനെ അണ്ണാക്കിലോട്ട് കയറി നിങ്ങളെ ആ ബുദ്ധിമുട്ടി. സോ എന്തായാലും നമ്മൾ 0.5x വൈഡ് ഇട്ട് എടുക്കുന്നത് നിർത്തുവാണ്. മിസ് ചെയ്യും ആ കമന്റ്സ് ഞങ്ങൾ മിസ് ചെയ്തു. അണ്ടാക്കി കയറി എടുക്കുന്നു, കാണുന്നു, എല്ലാം കാണുന്നു, അതൊക്കെ ഞങ്ങൾ മിസ് ചെയ്തു ഗൈസ്. എന്തായാലും ആ 0.5x ഇല്ല, 1x ഉള്ളൂ. അപ്പൊ ഫസ്റ്റ് ഓവർ ആണോ അല്ലയോ നിങ്ങൾക്ക് ഇപ്പോ ഏകദേശം അല്ല. പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് ക്ലാരിഫിക്കേഷൻ തരുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. പറ്റത്തോളൂ. എന്തായാലും നമുക്കറിയാം നമ്മൾ റിയൽ ആയിട്ടാണ് നിൽക്കുന്നതാണ്. സോ നമുക്ക് റിയൽ ആയിട്ട് ഇനിയും വീഡിയോ ചെയ്തേ പറ്റും, ചെയ്യുകയും ചെയ്യും. അപ്പൊ അത് അക്സെപ്റ്റ് ചെയ്യുന്നവർ അക്സെപ്റ്റ് ചെയ്യുക, നെഗറ്റീവ് പറയുന്നവർ എന്തെങ്കിലും പോസിറ്റീവായിട്ട് മനസ്സിലാക്കുന്ന വിശ്വാസത്തിൽ നമ്മൾ ഈ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പൊ നന്ദി, നമസ്കാരം, താങ്ക് യു.